കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത BJP നേതാക്കളും പ്രവർത്തകരും SIR വന്നതോടെ തൃശൂരിൽ നിന്ന് വോട്ട് മാറ്റി. SIRന്റെ പുറത്താക്കൽ പട്ടിക വന്നതോടെയാണ് ഇക്കാര്യം വ്യക്തമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് നിലനിർത്തിയെങ്കിലും കുടുംബം തൃശൂരിൽ നിന്നും വോട്ട് മാറ്റിയിട്ടുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണനും തൃശൂരിലെ വോട്ട് മാറ്റി. വീഡിയോ 1 എക്സ്ക്ലൂസീവ്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, അങ്ങനെ SIRലെ റിമൂവൽ ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടിയാണ് പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ മുഹമ്മദ് അസ്ലം തിരുവനന്തപുരത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ സാജിദ് അജ്മലും പാലക്കാട് BJP ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം, തൃശൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൂട്ടമായി അവിടെ വോട്ട് ചേർത്തതിനെ പറ്റി നമുക്കറിയാം. പക്ഷേ അതിനുശേഷം പിന്നീട് സുരേഷ് ഗോപി അടക്കം അവിടെ നിന്ന്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം അവിടെ നിന്ന് വോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായി വോട്ട് ചേർക്കലും മറ്റുമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ഇപ്പോൾ SIRന്റെ റിമൂവൽ ലിസ്റ്റ് വന്നതോടുകൂടെ പുറത്തു വരുമ്പോൾ പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ കണ്ടതുപോലെ തന്നെ തൃശ്ശൂരിലും ആ സമയത്തൊരു വ്യാപകമായ തിരികെ കയറ്റൽ ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പല ഭാഗങ്ങളിൽ നിന്നും വോട്ട് തൃശ്ശൂരിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന SIRയുടെ പുറത്താക്കൽ പട്ടിക. ഇതനുസരിച്ച് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പലരുടെയും വോട്ട് പുറത്ത് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ്, ഭവാനി, കേശവ്, കല്യാണി എന്നിവരുടെ എല്ലാം വോട്ടുകൾ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അത് തൃശ്ശൂരിലായിരുന്നു ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ വോട്ട് മാത്രമാണ് നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിലനിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ സഹോദരൻ, ഭാര്യ, ഇവരുടെ വോട്ടുകളും തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് തൃശ്ശൂരിലും മറ്റുമായി 2 വോട്ടുള്ളത് വലിയ വിവാദമായിരുന്നു. എപ്പിക് നമ്പർ ഉപയോഗിച്ചാണ് ഇവർ വോട്ട്, 2 എപ്പിക് നമ്പർ ഉപയോഗിച്ചാണ് ഇവർ വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ SIR വന്നതോടുകൂടി ഇവരുടെ വോട്ടും തൃശ്ശൂരിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തരൂരിനൊപ്പം തൃശ്ശൂരിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നതും വലിയ വിവാദമായിരുന്നു. അദ്ദേഹം 2 ID ഉപയോഗിച്ചാണ് ഇങ്ങനെ വോട്ട് ചേർത്തത് എന്നുള്ളതാണ്. ഏതായാലും ഈ SIR വന്നതോടെ ഉണ്ണികൃഷ്ണന്റെ വോട്ടും തൃശ്ശൂരിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാടുള്ള തൃത്താല സ്വദേശിനിയായ BJP നേതാവായ വനിത ഉമാ മണികണ്ഠൻ, ഒപ്പം തന്നെ കാസർഗോഡും തൃശ്ശൂരും വോട്ടുണ്ടായിരുന്ന ആദർശ് D എന്നിവരുടെ വോട്ടുകളും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അതിൽ ആദർശ് തൃശ്ശൂരിൽ തന്നെ വോട്ട് നിലനിർത്തുകയാണ് ചെയ്തത്. ഇതിൽ തെളിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ വാർത്ത കൊടുത്തതുപോലെ തന്നെ നേരത്തെ തൃശ്ശൂരിൽ നിന്നും വന്ന വിവരം അനുസരിച്ച് BJPയുടെ വിജയത്തിന് വേണ്ടി വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ളതായിരുന്നു. ഇത് കൂടുതൽ തെളിയിക്കുന്നതും ഇത് കൂടുതൽ ശരിവെക്കുന്നതുമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ SIR പുറത്താക്കൽ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നാട്ടിലാണ് വോട്ട് ചെയ്തത്. അപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചെയ്യും അല്ലേ? മക്കളും കുടുംബമൊക്കെ അവിടെയായിരിക്കും. സുരേഷ് ഗോപി മാത്രമേ ഇവിടെ മാത്രമേ. അപ്പൊ കൃത്യസമയത്ത് ഇങ്ങനെ ആ സമയത്ത് ആർക്കൊക്കെയാണോ വേണ്ടത്, അപ്പോൾ 6 മാസം മുമ്പ് അവിടെ താമസിച്ചെന്ന് കാണിച്ചുകൊണ്ട് കൂട്ടത്തോടെ വോട്ട് ചെയ്യുക, പിന്നീട് കാര്യം കഴിയുമ്പോൾ വോട്ട് വെട്ടി പലയിടങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. പാലക്കാട്ടെ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നു. സാജിദ് അജ്മൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാജിദ്, ഈ മുത്താന്തറയിലും വടക്കുംതറയിലും ഒക്കെ എങ്ങനെ ഇത്രയധികം അജ്ഞാത വോട്ടുകൾ വന്നു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം വേണം. പക്ഷേ അല്ലെങ്കിൽ അതിനകത്ത് BJP ഒരു വിശദീകരണം തരണം. 2ന്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. എങ്കിൽ കൂടിയും പ്രാഥമിക തലത്തിലുള്ള ഇപ്പോൾ ആ വാർത്ത വന്ന് ഇത്രയും ഒരു 1-2 പകൽ കഴിയുമ്പോൾ ഇത്രയധികം അജ്ഞാത വോട്ടുകൾ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പഴകിയ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി എന്ന കാര്യത്തിൽ എന്തെങ്കിലും നിഗമനങ്ങൾ ഈ സമയം നമുക്ക് ലഭിക്കുന്നുണ്ടോ സാജിദ്? സൈഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. ഈ പാലക്കാട്ടെ കാര്യങ്ങളിൽ ഇതുവരെ BJPക്ക് ഒരു പരാതിയും ഇല്ല. BJP നേതാക്കളെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് പലതവണ ജില്ലാ പ്രസിഡന്റെയും സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ വിളിച്ചിട്ടും അവർ പ്രതികരിക്കുന്നില്ല. ചില നേതാക്കളെ നേരിൽ കണ്ടിട്ടും പ്രതികരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തൃശ്ശൂരിലേത്. തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഈ മറ്റ് പലയിടത്തുനിന്ന്
നിന്ന് വന്ന വോട്ടുകളാണ് എന്ന് ഈ കൃത്യമായി അന്ന് തന്നെ തെളിവുകൾ വന്നിരുന്നു. അതിലിപ്പോൾ ഈ ചില പ്രധാനപ്പെട്ട ആളുകളുടേതാണ് നമ്മൾ പരിശോധിച്ചത്. അന്ന് ഒന്ന് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെതാണ്. ഈ SIRന്റെ ഈ വെട്ടിമാറ്റിയ പട്ടിക പരിശോധിക്കുമ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കുടുംബം ഒന്നിച്ച് ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ആ പട്ടിക പരിശോധിക്കുമ്പോൾ സുഭാഷ് ഗോപി എന്ന് കാണാം. അത് സുരേഷ് ഗോപിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന് കൊല്ലത്ത് നേരത്തെ വോട്ടുണ്ട്. കൊല്ലത്ത് ഒരു എപ്പിക് നമ്പറിലും തൃശ്ശൂരിന് വേണ്ടി പുതിയൊരു എപ്പിക് നമ്പർ എടുത്തു. അത് ഗുരുതരമായ ക്രമക്കേടാണ്. അദ്ദേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഈ നാട്ടിലേക്ക് വോട്ട് മാറ്റിയിട്ടുണ്ട്. സ്വന്തം സഹോദരന് വേണ്ടി വോട്ട് ചെയ്യാനെന്ന് കുറച്ച് സാഹസികത അദ്ദേഹം കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൂടാതെ റാണി സുഭാഷ്, ഈ സുഭാഷിന്റെ ഭാര്യയാണ്, അവരും ഇവിടെ നിന്ന് വോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ ഗോകുൽ എസ് നായർ, ഭാഗ്യ എസ് നായർ, ഈ രാധിക സുഭാഷ്, അത് സുരേഷ് ഗോപി, രാധിക സുരേഷ് ഗോപിയുടെ ഭാര്യയാണ്. ഭാഗ്യ എസ് നായരും ഗോകുൽ എസ് നായരും മാധവ് എസും ഭവാനി എസും അതോടൊപ്പം തന്നെ കേശവ് എസ് നായർ, ഇത് ഇവരുടെ കുടുംബാംഗങ്ങളും ഭാര്യയും മക്കളുമാണ് സുരേഷ് ഗോപിയുടെ. അവരും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ എന്നത് ഈ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂര് വോട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹവും ഈ തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തിരുന്നു. അദ്ദേഹവും ഇവിടെ നിന്ന് ഈ വോട്ട് സ്വന്തം നാട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. നമ്മൾ ഈ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ വോട്ടർ ഇപ്പോൾ SIRന്റെ പട്ടികയും തിരൂരിലുള്ള അദ്ദേഹത്തിന്റെ പട്ടികയും പരിശോധിക്കുമ്പോൾ തിരൂര് നിലനിർത്തുകയും തൃശ്ശൂരിലേത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പല ആളുകളും, അത് പാലക്കാട് ജില്ലയിലെ തൃത്താല സ്വദേശിനിയായ BJP നേതാവ് ഉമ മണികണ്ഠൻ, അവർ ഈ തൃത്താലയിലും അവർക്ക് വോട്ടുണ്ടായിരുന്നു, തൃശ്ശൂരും വോട്ടുണ്ടായിരുന്നു. അത് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ SIR വന്നപ്പോൾ തൃത്താലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഈ RSSന്റെ പല നേതാക്കളുടെയും മാറ്റിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പേരിലും ഈ വോട്ട് ചേർത്തിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഫൈസൽ മണ്ഡൽ, അയാൻ മുഹമ്മദ് തുടങ്ങി പല പേരുകളിലും അവർ വോട്ടർ പട്ടികയിൽ തൃശ്ശൂരിൽ ഇടം പിടിക്കുകയും ഈ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരം ഇതര സംസ്ഥാന തൊഴിലാളികളും ഇവിടെ നിന്ന് SIR വന്നതോടുകൂടി ഈ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ കാണുന്നത്. സൈഫുദ്ദീൻ ജിൽസി. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ കള്ളക്കളികളുടെ ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ SIR റിമൂവൽ ലിസ്റ്റ് പുറത്ത് വന്നതോടുകൂടി കൃത്യമായി വ്യക്തമാകുന്നത്.